ഗൈസ്, ജീവിതത്തിലേക്ക് സന്തോഷം തിരിച്ചു വന്നിരിക്കുകയാണ്. ഫൈനലി നമുക്ക് നമ്മുടെ റൂം കിട്ടിയിരിക്കുകയാണ്. യെസ്, ഇന്ന് ഡിസംബർ 24. ഇത്തവണ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണം എന്ന് എന്റെ വലിയ ആഗ്രഹമായിരുന്നു. ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ ഒരു റൂമിന് ഇത്രയും വലിയ പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഒരു മാസമായിട്ട് എന്റെ റൂം നഷ്ടപ്പെട്ടപ്പോഴാണ്. ഞാൻ ഇത്തവണ വിചാരിച്ചു എന്റെ ക്രിസ്മസ് മിസ്സായിന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു വൈ നോട്ട്, ഇന്ന് രാത്രിയിലെ ഉണ്ണിയേശു പിറക്കുള്ളൂ, അപ്പൊ പിന്നെ ഇന്ന് നമുക്കൊരു ക്രിസ്മസ് ട്രീ ചെറുതുണ്ടാക്കാമെന്ന്. അപ്പൊ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഞാൻ ഹയർ ചെയ്തിട്ടുണ്ട്. ഗൈസ്, എനിക്ക് പുൽക്കൂട് ഒരുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റാത്ത കാരണം തൽക്കാലം ഒരു ക്രിസ്മസ് ട്രീ എങ്കിലും ഉണ്ടാക്കാന്ന് ഞാൻ വിചാരിച്ചു. ചീപ്പായിട്ട് ബ്രോഡ്വേന്ന് വാങ്ങിച്ച കുറച്ചധികം സാധനങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ ഊരി പെട്ടിയിലാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത്തവണ തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അടുത്ത വർഷം ഞാൻ വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണം എന്നാണ് ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത്. ഈ വീട്ടിലെ ഫസ്റ്റ് ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. ഫൈനലി എന്റെ ബ്രദർ വന്നേക്കാണ്. നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം. വായോ, ഹെൽപ്പ് ചെയ്യേ. അപ്പൊ ഗൈസ്, നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം. സംഭവം എനിക്ക് വാചകം അടിക്കാൻ അറിയിച്ചാലും പണിയെല്ലാം അവനാണ് ചെയ്യുന്നത്. വേഗം ചെയ്യേ. എങ്ങനെയുണ്ട് എന്റെ ക്രിസ്മസ് ട്രീ? ക്യൂട്ട് അല്ലേ? 250 രൂപയ്ക്ക് വൻ ലാഭമായിരുന്നു. അവനാണ് ഗൈസ് പണിയെല്ലാം ചെയ്യുന്നത്. ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്. ഇതാണ് ട്രീ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം എന്റെ കയ്യിൽ ഇപ്പൊ ഇതൊക്കെ ഉള്ളൂ. ഇതും ഞാൻ ബ്രോഡ്വേന്ന് വാങ്ങിച്ചതാണ്. ഒക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ഇങ്ങനെ തൂക്കിയിടുക. ഇതാണ് പ്രിൻസസ് ട്രീ. പൊട്ടിക്കല്ലേട്ടാ. ഒട്ടും താല്പര്യമില്ല. എന്നെയും താല്പര്യമില്ല, എന്റെ വീഡിയോസ് ഒട്ടും താല്പര്യമില്ല. എന്നാലും സപ്പോർട്ടാണ്. ഇതുണ്ടോ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഉണ്ണിയാണേ. ഇപ്പൊ നോക്കിയ ക്യാമറ നോക്കി ഒരു ക്രിസ്മസ് ട്രീ ലുക്ക് ഒക്കെ വരുന്നില്ലേ? ഉണ്ട്. ഇത്രക്ക് മതി. ഇത്രക്ക് നമ്മള് ലളിതമായ ക്രിസ്മസ് ട്രീ ആണ്. ഇതിപ്പോ എന്റെ തലയിൽ സ്റ്റാർ വന്ന പോലെ ഉണ്ടോ? എന്റെ ഫണ്ണൊന്നും ഇച്ചിരിക്കണില്ല കേട്ടോ ഈയിടെയായിട്ട്. ഇവൻ ജനറേഷൻ മാറിയപ്പോ എന്റെ തമാശകളൊന്നും അവൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നെ അവൻ ഇഷ്ടപ്പെടുന്നില്ല. അവൻ അവിടെ ഇരുന്ന് ബാക്കിൽ ഉണ്ടാക്കട്ടെ. മീൻവൈൽ നമുക്ക് വേറെ ഫെയറി ലൈറ്റ് ഇല്ലാത്ത കാരണം നമ്മുടെ ഷൂട്ടിന് എടുക്കുന്ന സാധനം ഇതിന്റെ അകത്തുനിന്ന് അഴിക്കണം. വലിയ ടാസ്ക് ആണത്. നമ്മുടെ ഡോറിന്റെ മുകളിലൊക്കെ റീത്ത് പോലെ വെക്കുന്ന സാധനം എന്തോ പറയില്ല, അതിന് എന്തോ പറയും. ഇത് തൂക്കിക്കോ. അവന് ദേഷ്യം വരുന്നുണ്ട്. നമ്മള് പെട്ടെന്ന് തന്നെ പരിപാടി തീർത്തില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ നമ്മള് വാങ്ങിച്ച സ്നോന് വരെ നമ്മൾ ഇടാൻ പോണത് പഞ്ഞിയാണ്. ഇപ്പൊ നമ്മള് കാർബോർഡിൽ ഒട്ടിച്ച് ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. അത് ജസ്റ്റ് അതിന്റെ അടിയിൽ വെച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. നമ്മുടെ ക്രിസ്മസിന് ഉന്നയിച്ചു അങ്ങനെയൊന്നുമില്ല. എനിക്ക് കഴിവില്ലാത്ത കാരണം ഫെയറി ലൈറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് കെട്ടഴിക്കാൻ വേണ്ടി ഞാൻ അവന്റെ തന്നെ കൊടുത്തു കൂട്ടാ. ഞാൻ അപ്പോഴേക്കും ഇരുന്നിട്ട് പഞ്ഞി ഒട്ടിക്കാം. പശ എവിടെ? താങ്ക് യു. വൺ എറ്റേണിറ്റി ലേറ്റർ. ഇനി ഇത് ചുറ്റാലേ? അല്ല, ഇവിടെയാ ഇത് വരും. ഫെയറി ലൈറ്റ് ഇടാൻ വേണ്ടി പോവാണ്. എന്റെ ലൈറ്റ് ആയതുകൊണ്ട് ചിലപ്പോ കത്തിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് നമ്മളെ അമ്മേനെ സർപ്രൈസ് ആയിട്ട് വിളിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ റൂമിൽ ഇതൊക്കെ വെച്ചേനെ അമ്മ എന്നെ ചീത്ത പറയുന്നു. ശുഭം. നമുക്ക് ലൈറ്റ് കത്തിച്ച് നോക്കാം. വരപ്പാ. യെസ്, സക്സസ്ഫുൾ. എന്റെ ഹെൽപ്പർ. നമുക്ക് അമ്മേനെ വിളിക്കാം. അമ്മേ, ക്രിസ്മസ് ട്രീ എങ്ങനെയുണ്ട്? അങ്ങനെ എന്റെ ചെറിയ ഫാമിലിയിൽ എല്ലാരും വന്നേക്കാണ്. എങ്ങനെയുണ്ട് ക്രിസ്മസ് ട്രീ? ഇൻട്രസ്റ്റ് ഇല്ല. ഈ എന്റെ അമ്മേനെ കൊണ്ടിട്ട് എന്റെ അമ്മേനെ കൊണ്ടുവന്നാലേ എന്റെ അമ്മയ്ക്ക് നല്ല അഭിപ്രായമൊക്കെ ഉണ്ട്. ഇല്ലേ? എങ്ങനെയുണ്ട് അമ്മേ? നന്നായിട്ടുണ്ട്. ഇല്ലേ? ഞാനും കൂടി ഉണ്ടാക്കിയതാ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അത് നമുക്കിനി ഉമ്മർത്തായിരുന്നു വേണ്ടത്. പക്ഷെ എന്നാലും ഒരു ഭംഗിയിൽ അവിടെ നിക്കുന്നില്ലേ? നല്ല ഭംഗിയിൽ നിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി മിസ്സിംഗ് ഉണ്ട്. എന്റെ ക്യാപ്പ് എടുക്കൂ. ഒരെണ്ണ തൊപ്പിയുള്ളൂ എന്നൊക്കെ. ഗോകുവിനെ ഞാൻ നിർബന്ധിച്ചിട്ടോ ഇരുത്തണതാണ് അല്ലേ? മറ്റേ ജെൻസി ആയ കാരണം ഞങ്ങള് ഇച്ചിരി എല്ലുപൊടി കേസിനോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് അവന്റെ വാദം. എന്തായാലും അങ്ങനെ ഞങ്ങളെ ചെറിയ ക്രിസ്മസ് സെലിബ്രേഷൻ അല്ല, ക്രിസ്മസ് ആയപ്പോ നമ്മള് റൂമിലൊരു ചെറിയ, എന്റെ ആഗ്രഹത്തിന് അമ്മ അടുത്ത കൊല്ലം നമ്മൾ വലുതാക്കി ഉണ്ടാക്കാം അല്ലെ? അടുത്ത കൊല്ലം നമുക്ക് വലുതായിട്ട് ഉണ്ടാക്കാം. അപ്പൊ എല്ലാവർക്കും എന്റെ എല്ലാ വ്യൂവേഴ്സിനും മേരി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. മേരി ക്രിസ്മസ്. അതെ, എല്ലാവരും നന്നായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ക്രിസ്മസ് ഒക്കെ എൻജോയ് ചെയ്യുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ അത്രയേ ഉള്ളൂ. മേരി ക്രിസ്മസ്. ബൈ.